Good morning students. നമ്മൾ ഇന്നലെ പഠിച്ചത് എന്താ LRC സീരീസ് സർക്യൂട്ടിൽ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ ആണ്. ഇലക്ട്രോണിക്സിൽ നിങ്ങൾ പഠിക്കുന്ന LRC സീരീസ് സർക്യൂട്ട് എന്നുള്ളതിൽ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ള മൊഡ്യൂളിലെ ലാസ്റ്റ് സെക്ഷനാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ LRC സീരീസ് സർക്യൂട്ടാണ്. LRC സീരീസ് സർക്യൂട്ട് പറയുമ്പോൾ ഇൻഡക്ടർ, റെസിസ്റ്റൻസ്, കപ്പാസിറ്റർ മൂന്നെണ്ണം നമ്മൾ വെക്കുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്വസ്റ്റ്യനിൽ തരണമെന്നില്ല. തരികയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ ചെയ്യാം. തന്നില്ലെങ്കിൽ നമുക്ക് എന്തറിയണം, എന്താണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നറിയണം. അതായത് LRC സീരീസ് സർക്യൂട്ടിൽ നമ്മൾ എന്തെന്നാലൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫോം നിങ്ങൾ പഠിച്ചു വയ്ക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ the current I of t in a single loop LR series circuit is L into di by dt plus Ri equal to E of t, where L, R are constants and E of t is the impressed voltage. Determine the current I of t when I of 0 equal to 0 and E of t is the square wave functions defined by the graph given below. ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് I of t ആണ്. അപ്പോൾ എങ്ങനെയുള്ള ഏതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്? സിംഗിൾ ലൂപ്പ് LR സീരീസ് സർക്യൂട്ട്. LR എന്ന് പറയുമ്പോൾ അവിടെ കപ്പാസിറ്റർ നമ്മൾ എടുക്കണില്ല. അപ്പോൾ നമുക്കറിയാം എന്താണ് കിർച്ചോഫ്സ് ലോ വെച്ചിട്ട് നമ്മൾ പറഞ്ഞത്. LRC സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്സ് അക്രോസ് ഇൻഡക്ടർ, റെസിസ്റ്റൻസ്, കപ്പാസിറ്റർ, voltage drops across the sum of inductor, resistance, capacitor is equal to the impressed voltage എന്നാണ്. LR ആവുമ്പോൾ രണ്ടെണ്ണം മാത്രമേ വരുള്ളൂ, ഇൻഡക്ടറും റെസിസ്റ്റൻസും. അപ്പോൾ ആ കപ്പാസിറ്ററിൻ്റെ ഫോർമുല എഴുതണ്ട, ഈക്വൽ ടു E of t എന്നാണ്. നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് I of t കണ്ടുപിടിക്കണം, അതായത് കറണ്ട് കണ്ടുപിടിക്കണം. കണ്ടീഷൻ തന്നിട്ടുണ്ട് I of 0 is equal to 0, അതായത് t ഈക്വൽ ടു 0യിൽ കറണ്ട് 0 ആണ്. ആൻഡ് E of t എന്ന് പറയുന്നത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എന്താ തന്നത്, ഒരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ തന്നെ. ഇവിടെ E of t എന്ന് പറയുന്നത് സ്ക്വയർ വേവ് ഫംഗ്ഷൻ ആണ്, അതിൻ്റെ ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ പ്രത്യേകം നോക്കുക. 0 to 1 മുതൽ 1 ആണ്, പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 to 3ൽ 1, ദെൻ 4 to 5ൽ 1, ദെൻ 6 to 7ൽ 1. ആ രീതിയിലാണ് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു പീരിയോഡിക് ഫംഗ്ഷനാണ്. 0 to 1ൽ 1, 0 കഴിഞ്ഞ് പിന്നെ അടുത്ത് തുടങ്ങുന്നത് 2ലാണ്, പിന്നെ 4 to 5 ആണ്. 0 to 1ൻ്റെ കൂടെ നമ്മൾ 2 ആഡ് ചെയ്യുകയാണെങ്കിൽ 0 plus 2 2, 1 plus 2 3. അപ്പോൾ 0 to 1 കഴിഞ്ഞാൽ അടുത്ത് 2 to 3 ആണ്. ദെൻ പ്ലസ് 2 ചെയ്താൽ 2 plus 2 4, 3 plus 2 5. അപ്പോൾ ഇതൊരു ഈ ഫംഗ്ഷൻ E of t എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്ക്വയർ വേവ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ സ്ക്വയർ വേവ് എന്ന് പറയുന്നത് പീരിയോഡിക് ആണ്, വിത്ത് പീരീഡ് t ഈക്വൽ ടു 2. അപ്പോൾ നമുക്കിതിൽ നിന്ന് E of t ഡിഫൈൻ ചെയ്തെടുക്കാം. കാരണം E of t നമുക്കിതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ രണ്ട് സൈഡും ലാപ്ലേസ് ഓപ്പറേറ്റർ ആണ് എടുക്കാം. അപ്പോൾ L of E of t നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ E of t അങ്ങനെ ഗ്രാഫ് മാത്രം പോലെ നമുക്കിതൊരു ഫംഗ്ഷൻ ആക്കിയിട്ട് എഴുതണം. അപ്പോൾ E of t എങ്ങനെ ഡിഫൈൻ ചെയ്യുക? 0 മുതൽ 2 വരെ ഉള്ളത് നമുക്ക് എഴുതിയാൽ മതി. കാരണം എന്താണ്, ഇറ്റ് ഈസ് പീരിയോഡിക് ഫംഗ്ഷൻസ് വിത്ത് പീരീഡ് 2 ആണ്. അപ്പോൾ 0 to 2ൽ നമുക്ക് E of t എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 0 to 1 വരെ 1 ആണ്, 1 to 2ൽ 0 ആണ്. അതേപോലെ തന്നെ ഓരോന്നിലും പീരിയോഡിക് ഫംഗ്ഷൻ പറയുമ്പോൾ എന്താ, 0 to 1ൽ എന്താണോ അത് തന്നെയായിരിക്കും 2 to 3ൽ. അതുപോലെ 1 to 2ൽ എന്താണോ അതായിരിക്കും 3 to 4ൽ. അപ്പോൾ നമ്മൾ ആ രീതിയിൽ E of t ഡിഫൈൻ ചെയ്യുകയാണ്. E of t ഈക്വൽ ടു 1 ഫോർ 0 to 1 ആൻഡ് 0 ഫോർ 1 to 2. ബാക്കിയുള്ളിടത്തെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർവെലിന് പുറത്ത് f of t plus 2 എന്ന് പറയുന്നത് f of t തന്നെയാണ്. 0 plus 1 എന്ന് പറയുമ്പോൾ 2 ആഡ് ചെയ്താൽ 0 plus 2 2, 1 plus 2 3. അതായത് 2 to 3ലും എന്ത് തന്നെയാണ് വരുന്നത്, 1 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഔട്ട്സൈഡ് ദ ഇൻ്റർവെല്ലിൽ f of t plus 2 എന്ന് പറയുന്നത് f of t തന്നെ വരിക. അപ്പോൾ ഇതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ പീരിയോഡിക് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനുള്ള ഫോർമുല എന്താണ്? ട്രാൻസ്ഫോം ഓഫ് ദ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോംസ് ഓഫ് പീരിയോഡിക് ഫംഗ്ഷൻസ്. അവിടെ L of f of t പീരിയോഡിക് വിത്ത് പീരീഡ് t ആണെങ്കിൽ L of f of t ഈക്വൽ ടു 1/1 minus e raised to minus st into integral 0 to t e raised to minus st into f of t dt എന്നാണ്. ഇവിടെ E of t ആണ് പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരീഡ് 2. therefore L of E of t is equal to എന്ത് വരും? 1/1 minus, ഇത് ഫോർമുലയാണ്, 1/1 minus e raised to minus st into integral 0 to t e raised to minus st into E of t dt. നമ്മൾ f of t ആണ് ഫോർമുലയിൽ പഠിച്ചിട്ടുള്ളത്. ഇവിടെ എഫിന് പകരം E of t ആണ് പീരിയോഡിക്. അപ്പോൾ L of E of t ഈക്വൽ ടു
ഇവിടെ 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ക്യാപിറ്റൽ ടി, അതായത് വിത്ത് പീരീഡ് ഏതാണോ അത്, ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇ ഓഫ് ടി ഡി ടി, വിച്ച് ഇസ് ഈക്വൽ ടു 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു ടി എന്ന് പറയുന്നത് പീരീഡ് ആണ്, പീരീഡ് ഇവിടെ 2 ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് 2s ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു 2 ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇ ഓഫ് ടി ഡി ടി. പക്ഷേ ഇ ഓഫ് ടി എന്ന് പറയുന്നത് ഒരു പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. 0 to 2 ഇവിടെ രണ്ട് ഇൻ്റർവൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, 0 to 1ഉം 1 to 2ഉം. അപ്പോൾ ഈ ഇൻ്റർവൽ എങ്ങനെ ചെയ്താൽ വിച്ച് ഇസ് ഈക്വൽ ടു 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് 2s ഇൻറ്റു 0 to 2നെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, 0 to 1ഉം 1 to 2. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു 0 to 1ൽ ഇ റേസ് ടു മൈനസ് എസ് ടിൻ്റെ വാല്യൂ 1. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു 1 ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ 1 to 2 ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു 1 to 2ൽ ഇ ഓഫ് ടിൻ്റെ വാല്യൂ 0 dt, which is equal to 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് 2s ഇൻറ്റു ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആയി പോയി. ഇൻ്റഗ്രൽ 0 to 1 ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു 1 ഡി ടി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to 1 ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇ റേസ് ടു മൈനസ് എസ് ടിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ്, ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കൊടുക്കുക 0 to 1, which is equal to 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് 2s ഇൻറ്റു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുത്താൽ 1 ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു 1 ഇ റേസ് ടു മൈനസ് എസ് ബൈ മൈനസ് എസ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ ഇ റേസ് ടു 0 1 മൈനസ് എസ്, വിച്ച് ഇസ് ഈക്വൽ ടു 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് 2s ഇൻറ്റു മൈനസ് മുകളിലേക്ക് എഴുതി മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് മൈനസും മൈനസും പ്ലസ് 1/s, വിച്ച് ഇസ് ഈക്വൽ ടു 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് 2s ഇൻറ്റു ഡിനോമിനേറ്റർ എസ് സെയിം ആണ്, സോ നമുക്ക് ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്ത് ചെയ്താൽ മൈനസ് ഇ റേസ് ടു മൈനസ് എസ് പ്ലസ് 1, അതായത് 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ഹോൾ ഡിവൈഡഡ് ബൈ എസ് എന്ന് എഴുതാം. ഇനി ഇവിടെ 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് 2s ഉണ്ട്, അതായത് 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2s എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ഹോൾ സ്ക്വയർ എന്നാണ്. 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ഹോൾ സ്ക്വയർ ആണ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2s, അതായത് ഇ റേസ് ടു മൈനസ് 2sനെ ഇ റേസ് ടു മൈനസ് എസ് ഹോൾ സ്ക്വയറിന് എഴുതാം. ഇത് ഏത് ഫോമിലാണ്? 1 സ്ക്വയർ മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമാണ്. ഇനി നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. എ ഈക്വൽ ടു 1, ബി ഇ റേസ് ടു മൈനസ് എസ്. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു ഇത് ടേം അതുപോലെ തന്നെ എഴുതി 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ്. അപ്പോൾ മുകളിൽ ന്യൂമറേറ്ററിൽ 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ഉണ്ട്, ഡിനോമിനേറ്ററിൽ ആ ടേം ഉണ്ട് 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ്. ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഈ ടേം ക്യാൻസൽ ചെയ്തു. ബാക്കി വരുന്നത് എൽ ഓഫ് ഇ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എസ്. ഇനി ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് വേണ്ട എന്താണ്? നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഇ ഓഫ് ടി, നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലാപ്ലേസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് ഇ ഓഫ് ടി ഡിഫൈൻ ചെയ്തപ്പോൾ തന്നെ ഇ ഓഫ് ടീൻ്റെ ലാപ്ലേസും കണ്ടുവച്ചു. ഇനി നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി പ്ലസ് ആർ ഐ ഈക്വൽ ടു ഇ ഓഫ് ടി എന്നാണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രണ്ട് സൈഡും ലാപ്ലേസ് ട്രാൻസ്ഫോംസ് എടുക്കാം. അപ്പോൾ എന്ത് വരും? എൽ കോൺസ്റ്റൻ്റ് ആണ്, ആറും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എല്ലിൽ നിന്ന് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നിന്ന് എൽ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എൽ ഇൻറ്റു എൽ ഓഫ് ഡി ഐ ബൈ ഡി ടി പ്ലസ് ആറ് കോൺസ്റ്റൻറ്റ്, അപ്പോൾ ആർ ഇൻറ്റു എൽ ഓഫ് ഐ ഈക്വൽ ടു എൽ ഓഫ് ഇ ഓഫ് ടി. എൽ ഇൻറ്റു എൽ ഓഫ് ഡി ഐ ബൈ ഡി ടി, അതായത് എൽ ഓഫ് ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ? എസ് ഇൻറ്റു എൽ ഓഫ് വൈ ഓഫ് ടി മൈനസ് വൈ ഓഫ് 0 ആണ്. ഇവിടെ വൈക്ക് പകരം ഐ ആണ്. അപ്പോൾ എൽ ഇൻറ്റു എസ് ഇൻറ്റു എൽ ഓഫ് ഐ ഓഫ് ടി മൈനസ് ഐ ഓഫ് 0, വൈക്ക് പകരം ഐ എന്നേ ഉള്ളൂ, പ്ലസ് ആർ ഇൻറ്റു എൽ ഓഫ് ഐ ഈക്വൽ ടു എൽ ഓഫ് ഇ ഓഫ് ടി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1/s ഇൻറ്റു 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എസ്, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതിന് മുമ്പ് ഐ ഓഫ് 0ൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഐ ഓഫ് 0 ആണ്. അപ്പോൾ ഈ ടേം 0, ബാക്കിയുള്ളത് എൽ എസ് എൽ ഓഫ് ഐ ഓഫ് ടി പ്ലസ് ആർ എൽ ഓഫ് ഐ. എൽ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എൽ ഓഫ് ഐ ഓഫ് ടി തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് എൽ ഓഫ് ഐ ഓഫ് ടി കോമൺ ആയിട്ട് എടുത്താൽ എൽ ഇൻറ്റു എസ് എൽ എസ് പ്ലസ് ആർ ഇൻറ്റു എൽ ഓഫ് ഐ ഓഫ് ടി ഈക്വൽ ടു 1/s ഇൻറ്റു 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എസ്. ഐ ഓഫ് 0 ആയതുകൊണ്ടാണ് ബാക്കിയുള്ള ടേംസ് ഒക്കെ നമ്മൾ എഴുതി. അപ്പോൾ എൽ എസ് പ്ലസ് ആർ ഇൻറ്റു എൽ ഓഫ് ഐ ഓഫ് ടി ഈക്വൽ ടു 1/s ഇൻറ്റു 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എസ് എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് എൽ ഓഫ് ഐ ഓഫ് ടി ആണ്. അപ്പോൾ എൽ ഓഫ് ഐ ഓഫ് ടി ഈക്വൽ ടു
ഈ ടേം അങ്ങോട്ട് വരുമ്പോൾ 1/s ഇൻറ്റു ഇത് അങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു എന്നുള്ളത് ഡിവിഷൻ ആവും. അപ്പോൾ 1/s ഇൻറ്റു ls പ്ലസ് ആർ ഇൻറ്റു 1/1 പ്ലസ് ഇ റേസ് ടു മൈനസ് എസ്, അതല്ലെങ്കിൽ ഇൻറ്റു 1/ls പ്ലസ് ആർ എന്നാണ് വരിക. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയെന്ന് മാത്രം, കോൺസ്റ്റന്റ് ടേംസിനൊക്കെ ഒരുമിച്ചാവുന്ന രീതിയിൽ. അപ്പോൾ 1/s ഇൻറ്റു ls പ്ലസ് ആർ ഇൻറ്റു 1/1 പ്ലസ് ഇ റേസ് ടു മൈനസ് എസ്. എൽ ഓഫ് ഐ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഐ ഓഫ് എസ് ആണ്. എൽ ഓഫ് വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ വൈ ഓഫ് എസ് എന്ന് എഴുതുന്ന പോലെ ഐ ഓഫ് ടീൻ്റെ ലാപ്ലേസ് ഐ ഓഫ് എസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഇവിടെ എൽ എസ് പ്ലസ് ആർ എന്നൊരു ടേം ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എല്ല് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എൽ എസ് പ്ലസ് ആറിൽ നിന്ന് എല്ല് വെളിയിലേക്ക് എടുത്താൽ എന്ത് വരും? 1/s ഇവിടെ ഉണ്ട്, എല്ല് പുറത്തേക്ക് എടുത്താൽ എൽ ഇൻറ്റു എസ് പ്ലസ് ആർ എന്നുള്ളത് ആർ ബൈ എൽ ആവും ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എസ്. എൽ എസ് പ്ലസ് ആറിൽ നിന്ന് എല്ല് ബ്രാക്കറ്റിൽ നിന്ന് വെളിയിലേക്ക് എടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ 1/s ഇൻറ്റു എൽ ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ എന്നുണ്ട്. ഈ എല്ലിനെ 1/l എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും? ഈ എല്ല് നമ്മൾ 1/l ആക്കിയിട്ട് എഴുതാം. 1/l ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു 1/1 പ്ലസ് ഇ റേസ് ടു മൈനസ് എസ്. ഇതിൽ 1/l ഇൻറ്റു എന്നുള്ളത് നമുക്ക് 1/l ഡിവൈഡഡ് ബൈ എന്നാക്കിയിട്ട് എഴുതി. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് ഐ ഓഫ് എസ് കിട്ടിയിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത് വൈ ഓഫ് ടി കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രണ്ട് സൈഡും ലാപ്ലേസ് എടുക്കും. നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം വൈ ഓഫ് എസ് കിട്ടും. അതിനുശേഷം വൈ ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ആണ് എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഐ ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കണം. അപ്പോൾ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുമ്പോൾ 1/s ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ എന്നൊരു ടേം ഉണ്ട്. ഇത് നമുക്ക് സാധാരണ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എസ് എന്നാണ്. നമുക്ക് 1/1 പ്ലസ് എസ് 1/s സ്ക്വയർ അല്ലെങ്കിൽ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അങ്ങനെയുള്ള ഫോമിലേക്ക് നമുക്ക് ചെയ്യാൻ അറിയുള്ളൂ. ഇവിടെ 1/1 പ്ലസ് ഇ റേസ് ടു മൈനസ് എസ്, ഇത് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എച്ച് എന്നുള്ള ഫോമിലാണ് നടക്കുന്നത്. എച്ചിന് പകരം ഇ റേസ് ടു മൈനസ് എസ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ 1/1 പ്ലസ് എച്ച് എന്ന് പറയുന്നത് ജോമെട്രിക് സീരീസ് ആണ്. അപ്പോൾ അവിടെ എച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ്. അപ്പോൾ അവിടെ നമുക്ക് ഇതിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ജോമെട്രിക് സീരീസിൻ്റെ ഫോമിലായതുകൊണ്ട് അവിടെ ആ ഫോം അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം 1/1 പ്ലസ് എച്ചിൻ്റെ എക്സ്പാൻഷൻ 1 മൈനസ് എച്ച് പ്ലസ് എച്ച് സ്ക്വയർ നമ്മൾ ടൈലർ സീരീസ് വെച്ച് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. 1/1 പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് എച്ച് പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് എച്ച് ക്യൂബ് പ്ലസ് എക്സെട്ര എന്നാണ്. അപ്പോൾ എച്ചിന് പകരം ഇ റേസ് ടു മൈനസ് എസ് എന്ന് കൊടുത്താൽ 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് പ്ലസ് ഇ റേസ് ടു മൈനസ് എസിൻ്റെ സ്ക്വയർ, അതായത് ഇ റേസ് ടു മൈനസ് 2s മൈനസ് ഇ റേസ് ടു മൈനസ് എസിൻ്റെ ക്യൂബ് ഇ റേസ് ടു മൈനസ് 3s പ്ലസ് എക്സെട്ര. അപ്പോൾ ഈ ടേം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇവിടെ നമുക്ക് 1/l ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ എന്നുണ്ട്. 1/l കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ 1/s ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ. ഇപ്പോൾ എസ് ഇൻറ്റു എസ് പ്ലസ് എ അല്ലെങ്കിൽ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എന്നുള്ള ഫോം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് യൂസ് ചെയ്യുക ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ. അപ്പോൾ 1/s ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എല്ലിൻ്റെ നമുക്ക് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ നോക്കാം. അതിന് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് a/s, കാരണം 1/l കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് അതല്ലാത്ത ടേം മാത്രം എടുത്തത്. അപ്പോൾ ഇതിനെ a/s പ്ലസ് b/s പ്ലസ് ആർ ബൈ എൽ എന്ന് എഴുതാം. എസ് ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ വെച്ച് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഈക്വൽ ടു എ ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ പ്ലസ് bs എന്ന് കിട്ടും. ഇനി എസ്സിന് നമുക്ക് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആറും എല്ലൊക്കെ കോൺസ്റ്റൻ്റ് ആണ്, എസ്സിന് മാത്രമേ നമുക്ക് വാല്യൂസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ ഈ ടേം പോവും. 1 ഈക്വൽ ടു എ ഇൻറ്റു എസ് 0 ആണെങ്കിൽ എ ഇൻറ്റു ആർ ബൈ എൽ. അപ്പോൾ എ ഇൻറ്റു ആർ ബൈ എൽ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. വിച്ച് ഇംപ്ലൈസ് എ ഈക്വൽ ടു എന്ത് വരും? ഈ ആർ ബൈ എൽ ഇങ്ങോട്ട് പോവുക. ഇങ്ങോട്ട് പോകുമ്പോൾ എൽ ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു എൽ ആവും. ഇൻറ്റു ആർ ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആർ. അപ്പോൾ എ ഇൻറ്റു ആർ ബൈ എൽ ഈക്വൽ ടു 1 വിച്ച് ഇംപ്ലൈസ് എ ഈക്വൽ ടു എൽ ബൈ ആർ. അപ്പോൾ കോഎഫിഷ്യൻറ്റ് നമ്മൾ നോക്കിയിട്ടാണ് വാല്യൂസ് കൊടുക്കേണ്ടത്. അപ്പോൾ എസ്സിന് 0 കൊടുത്തപ്പോൾ ഈ ടേം പോയി. ഇനി നമുക്ക് എ കളയണം. എ കളയണമെങ്കിൽ എസ്സിന് എന്ത് കൊടുക്കണം? ആർ ബൈ എല്ലിൻ്റെ ഓപ്പോസിറ്റ്, അതായത് മൈനസ് ആർ ബൈ എൽ എന്ന് കൊടുക്കാം. എസ്സിന് മൈനസ് ആർ ബൈ എൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആയിപ്പോവും. അപ്പോൾ 1 ഈക്വൽ ടു ബി ഇൻറ്റു മൈനസ് ആർ ബൈ എൽ വിച്ച് ഇംപ്ലൈസ് ബി ഈക്വൽ ടു എന്ത് വരും? മൈനസ് ആർ ബൈ എൽ ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് എൽ ബൈ ആർ. അപ്പോൾ എൻ്റെയും ബിൻ്റെയും വാല്യൂ കിട്ടി. ഇനി ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore 1/s into s plus r by l equal to a-ൻ്റെ വാല്യൂ എൽ ബൈ ആർ. അപ്പോൾ എൽ ബൈ ആർ ബൈ എസ് ബി മൈനസ് എൽ ബൈ ആർ ആണ്. അപ്പോൾ മൈനസ് എൽ ബൈ ആർ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ആർ ബൈ എൽ. അപ്പോൾ എല്ലാ വാല്യൂസും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്പാൻഷൻ നമുക്ക് കിട്ടി, ഈ ടേമിൻ്റെ എക്സ്പാൻഷനും കിട്ടി. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore I of s is equal to 1/l into
1/L ഇൻറ്റു 1/S ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ എഴുതാം. അപ്പോൾ 1/L ഇൻറ്റു 1/S ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എല്ലിൻ്റെ എക്സ്പാൻഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ടേം. അപ്പോൾ അതവിടെ കൊടുക്കുക. 1/L ഇൻറ്റു എൽ ബൈ ആർ ബൈ എസ് മൈനസ് എൽ ബൈ ആർ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു 1/1 പ്ലസ് ഇ റേസ് ടു മൈനസ് എസിന് പകരം ഇത് കൊടുക്കുക. 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് പ്ലസ് ഇ റേസ് ടു മൈനസ് 2s മൈനസ് ഇ റേസ് ടു മൈനസ് 3s പ്ലസ് എക്സെട്ര വിച്ച് ഇസ് ഈക്വൽ ടു 1/L ഇൻറ്റു ഇവിടെ എൽ ബൈ ആർ രണ്ട് ടേമിലും കോമൺ ആണ്. അപ്പോൾ അത് ബ്രാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 1/L ഇൻറ്റു എൽ ബൈ ആർ ഇൻറ്റു 1/S മൈനസ് 1/S പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് പ്ലസ് ഇ റേസ് ടു മൈനസ് 2s മൈനസ് ഇ റേസ് ടു മൈനസ് 3s പ്ലസ് എക്സെട്ര വിച്ച് ഇസ് ഈക്വൽ ടു എല്ലാം ക്യാൻസൽ ചെയ്തു. 1/R ഇൻറ്റു 1/S മൈനസ് 1/S പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് പ്ലസ് ഇ റേസ് ടു മൈനസ് 2s മൈനസ് ഇ റേസ് ടു മൈനസ് 3s പ്ലസ് എക്സെട്ര വിച്ച് ഇസ് ഈക്വൽ ടു ഇതിൽ നമുക്ക് രണ്ട് ടേം ഉണ്ട്. ഒന്ന് 1/R ഇൻറ്റു 1/S ഇൻറ്റു ഈ ടേമും പിന്നെ 1/R മൈനസ് 1/R ഇൻറ്റു ഇപ്പോൾ ഇവിടെ രണ്ട് ടേം ആയതുകൊണ്ട് 1/R ഇൻറ്റു 1/S ഇൻറ്റു ഈ ടേമും മൈനസ് 1/R ഇൻറ്റു 1/S പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു ഇതിലത്തെ ഓരോ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്താൽ അപ്പോൾ 1/R ഇൻറ്റു ഈ ടേം 1/S കൊണ്ട് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. 1/R ഇൻറ്റു 1/S ഇൻറ്റു 1/S 1/S ഇൻറ്റു മൈനസ് ഇ റേസ് ടു മൈനസ് എസ് മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് 1/S കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ഇ റേസ് ടു മൈനസ് 2s ബൈ എസ് 1/S ഇൻറ്റു മൈനസ് ഇ റേസ് ടു മൈനസ് 3s മൈനസ് ഇ റേസ് ടു മൈനസ് 3s ബൈ എസ് പ്ലസ് എക്സെട്ര ഈ ടേം കഴിഞ്ഞു. മൈനസ് 1/R ഇൻറ്റു ഇതുകൊണ്ട് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യണത്. അപ്പോൾ മൈനസ് 1/R ഇൻറ്റു ഈ ടേം 1/S പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു 1/S പ്ലസ് ആർ ബൈ എൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇ റേസ് ടു മൈനസ് എസ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ആർ ബൈ എൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ഇ റേസ് ടു മൈനസ് 2s ബൈ എസ് പ്ലസ് ആർ ബൈ എൽ അടുത്ത് മൈനസ് ഇ റേസ് ടു മൈനസ് 3s ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ആർ ബൈ എൽ പ്ലസ് എക്സെട്ര എന്ന് വരും. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ആണ്. ഇത് ഐ ഓഫ് എസിനെയാണ് നമ്മൾ മാറ്റി എഴുതിയത്. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് കാണണം. ദറ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് ഐ ഓഫ് എസ്. അപ്പോഴാണ് നമുക്ക് ഐ ഓഫ് ടി എന്ന് കിട്ടുക. അപ്പോൾ രണ്ട് സൈഡും എൽ ഇൻവേഴ്സ് ഓഫ് ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ലെഫ്റ്റിൽ എൽ ഇൻവേഴ്സ് ഓഫ് ഐ ഓഫ് എസ് എടുത്തു കഴിഞ്ഞാൽ ഐ ഓഫ് ടി കിട്ടും. ഇനി ഈ ടേമിന് എൽ ഇൻവേഴ്സ് എടുക്കുക. 1/R കോൺസ്റ്റന്റ് ആണ്. ബാക്കി ഈ ടേമിനാണ് എൽ ഇൻവേഴ്സ് എടുക്കേണ്ടത്. ഈ ടേം പറഞ്ഞാൽ ഇതേ മൈനസ് ഈ ടേം ഉണ്ട്. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഐ ഓഫ് ടി ഈക്വൽ ടു ഫസ്റ്റ് 1/R കോൺസ്റ്റന്റ്. അപ്പോൾ 1/R ഇൻറ്റു 1/Sൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് എന്താണ് 1. അപ്പോൾ 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ബൈ എസിൻ്റെ ഇൻവേഴ്സ് അതായത് എൽ ഇൻവേഴ്സ് ഓഫ് 1/S മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് 2s ബൈ എസ് മൈനസ് അങ്ങനെയാണ് നമ്മൾ എടുത്ത് പോണത്. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് 1/S 1 ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എസ് എന്നുള്ള ഫോമിലാണ് എടുക്കുന്നത്. ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എസ് എന്നുള്ളത് യു ഓഫ് ടി മൈനസ് എൻ്റെ റിസൾട്ടാണ്. അപ്പോൾ എക്ക് പകരം ഇവിടെ 1 ആണ്. സോ യു ഓഫ് ടി മൈനസ് 1 പ്ലസ് ഇത് ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എസ് അതായത് യു ഓഫ് ടി മൈനസ് എക്ക് പകരം 2 മൈനസ് യു ഓഫ് ടി മൈനസ് 3 ഇ റേസ് ടു മൈനസ് 3s ബൈ എസ് പ്ലസ് എക്സെട്ര. അപ്പോൾ ഒരു ടേം കിട്ടി 1/R ഇൻറ്റു 1 മൈനസ് യു ഓഫ് ടി മൈനസ് 1 പ്ലസ് യു ഓഫ് ടി മൈനസ് 2 മൈനസ് യു ഓഫ് ടി മൈനസ് 3 പ്ലസ് എക്സെട്ര മൈനസ് 1/R ഇൻറ്റു ഈ ടേമിന് എന്ത് ചെയ്യണം ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1/R ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/S പ്ലസ് ആർ ബൈ എൽ എൽ ഇൻവേഴ്സ് ഓഫ് ഇത് ഏത് ഫോമിലാണ് 1/S മൈനസ് എ എന്നുള്ള ഫോമാണ്. എക്ക് പകരം ആർ ബൈ എൽ പ്ലസ് ആർ ബൈ എൽ എന്നാണ് കൊടുത്തത്. അതായത് 1/S മൈനസ് മൈനസ് ആർ ബൈ എൽ ആണ്. അപ്പോൾ എന്ത് വരും മൈനസ് 1/R ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/S പ്ലസ് ആർ ബൈ എൽ ഈക്വൽ ടു 1/S മൈനസ് എ ആണെങ്കിൽ ഇ റേസ് ടു എ ടി എക്ക് പകരം ഇവിടെ മൈനസ് ആർ ബൈ എൽ അപ്പോൾ ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി അതായത് മൈനസ് ആർ ടി ബൈ എൽ മൈനസ് ഇതോ ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എസ് പ്ലസ് ആർ ബൈ എൽ എന്നാണ്. അതായത് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് എന്നുള്ളതാണ് ഫോം. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് എന്താണ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ഇവിടെ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് 1/S പ്ലസ് ആർ ബൈ എൽ അതായത് 1/S മൈനസ് എ. അപ്പോൾ എഫ് ഓഫ് ടി എന്തായിരിക്കും ഇ റേസ് ടു എ ടി ഇ റേസ് ടു എ ടി എന്ന് പറയുമ്പോൾ ഇവിടെ ഇ റേസ് ടു മൈനസ് ആർ ടി ബൈ എൽ ആണ്. പക്ഷേ എഫ് ഓഫ് ടി എന്നല്ല എഴുതേണ്ടത് ടി മൈനസ് എ ആണ്. എ എന്ന് പറയുന്നത് ഇവിടെ 1.
അപ്പോൾ എന്ത് വരും ഇ റേസ് ടു മൈനസ് ആർ ടിക്ക് പകരം ആർ ടി മൈനസ് എ എന്ന് എഴുതണം പറഞ്ഞു എഫ് ഓഫ് ടി മൈനസ് എ പറയുന്നത് 1 ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ആർ ഇൻറ്റു ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ എൽ ആർ ടി ബൈ എല്ലിന് പകരം ഷിഫ്റ്റിംഗ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആർ ഇൻറ്റു ടി മൈനസ് 1 ബൈ എൽ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എക്ക് എൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ് 1. അപ്പോൾ യു ഓഫ് ടി മൈനസ് 1 divided by L into u of t minus 1 plus അടുത്ത ടേം e raised to minus 2s by s plus r by L അതും ഈ ഫോമിൽ എടുക്കണം e raised to minus as into f of s 1 by s plus r by L അത് ഇത് തന്നെയാണ് e raised to minus rt by L ആണ്. പക്ഷേ ഷിഫ്റ്റിംഗ് കൊടുക്കണം f of t minus a എന്ന്. ഇവിടെ a ന്റെ വാല്യൂ 2 ആണ്. അപ്പോൾ e raised to minus r into rt ക്ക് പകരം t minus a ഇവിടെ 2 ആണ്. സോ minus r into t minus 2 divided by L into u of t minus a ക്ക് പകരം 2. അപ്പോൾ u of t minus 2 മൈനസ് അടുത്ത ടേം വരിക e raised to minus r into t minus 3 by L into u of t minus 3 plus etc. എന്ന് വരും. ഇനി നമുക്കിന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം, കാരണം നമ്മൾ ജോമെട്രിക് സീരീസ് ഒക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ i of t is equal to 1 ഒരു ടേം എന്താ 1 by r into 1 ഇവിടെ മൈനസ് 1 by r ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ടി ബൈ എൽ. ബാക്കി എല്ലായിലും എന്ത് വരുന്നുണ്ട് യു ഓഫ് ടി മൈനസ് 1 യു ഓഫ് ടി മൈനസ് 2 അടുത്തതിൽ യു ഓഫ് ടി മൈനസ് 3 അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ വരാത്തത് ഒരൊറ്റ ടേമേ ഉള്ളൂ, ഇതിലൊന്ന്. അപ്പോൾ 1 by r ഇൻറ്റു 1 മൈനസ് 1 by r ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ടി ബൈ എൽ. ഇത് രണ്ടെണ്ണത്തിനും കൂടെ 1 by r കോമൺ ആയിട്ട് എടുത്തിട്ട് 1 by r ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ ടി ബൈ എൽ ഒരു ടേം പ്ലസ് അടുത്തതിൽ 1 by r കോമൺ ആണ്. അപ്പോൾ പ്ലസ് 1 by r ഇൻറ്റു ഇനി നമുക്ക് ടേംസ് വരുന്നത് എങ്ങനെയാണ് നോക്ക്. ആദ്യത്തെ ടേം പ്ലസ് 1 by r ആണ് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടേം മൈനസ് യു ഓഫ് ടി മൈനസ് 1 അല്ല സോറി 1 ഇതിലൊരു മൈനസ് യു ഓഫ് ടി മൈനസ് 1 ഉണ്ട്. ഇവിടെ ഇ റേസ് ടു മൈനസ് ആർ ഇൻറ്റു ടി മൈനസ് 1 ബൈ എൽ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിനും കൂടെ യു ഓഫ് ടി മൈനസ് 1 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ ഇൻറ്റു ടി മൈനസ് 1 ബൈ എൽ എന്നുണ്ട്. രണ്ടെണ്ണത്തിലും നെഗറ്റീവ് ആണ്. അപ്പോൾ മൈനസ് പിന്നെ പ്ലസ് അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാം അതുപോലെ തന്നെ യു ഓഫ് ടി മൈനസ് 2 രണ്ട് ടേം യു ഓഫ് ടി മൈനസ് 3 വരുന്നുണ്ട്. സോ നമുക്ക് ഇതിനെ ജോമെട്രിക് ഫോം ആക്കിയിട്ട് എഴുതാം. സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മൈനസ് 1 റേസ് ടു n. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കണം, n ഈക്വൽ ടു 1 ആകുമ്പോൾ ഇത് മൈനസ് ആണ് വരുന്നത്, n ഈക്വൽ ടു 2ന് പ്ലസ് n ഈക്വൽ ടു 3ക്ക് മൈനസ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് മൈനസ് 1 റേസ് ടു n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എന്ന് കൊടുത്തത്. ഉള്ളിൽ എന്താ ചെയ്താ 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ ഇൻറ്റു ടി മൈനസ് n ഈക്വൽ ടു 1 ആകുമ്പോൾ ടി മൈനസ് 1 n ഈക്വൽ ടു 2 ആകുമ്പോൾ ടി മൈനസ് 2 n ഈക്വൽ ടു 3 ആകുമ്പോൾ ടി മൈനസ് 3. അപ്പോൾ ആർ ഇൻറ്റു ടി മൈനസ് എൻ ബൈ എൽ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 ടി മൈനസ് 2 ടി മൈനസ് 3 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ യു ഓഫ് ടി മൈനസ് എൻ എന്ന് എഴുതാം. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ലേ n ഈക്വൽ ടു 1 കൊടുത്താൽ ഇത് മൈനസ് എന്നാവും. 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ ഇൻറ്റു ടി മൈനസ് 1 ബൈ എൽ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. അടുത്ത ടേം n ഈക്വൽ ടു 2 കൊടുത്താൽ പ്ലസ് മൈനസ് 1ൻ്റെ സ്ക്വയർ 1 എന്നാവും. അപ്പോൾ പ്ലസ് 1 മൈനസ് ഈ ടേം അതായത് യു ഓഫ് ടി മൈനസ് 2 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പിന്നെ മൈനസ് എന്നുള്ള ടേം വരും. അപ്പോൾ നമുക്ക് ഈ ടേം തന്നെ നമുക്ക് കിട്ടും.